ഈ ശുക്രാചാര്യ തന്നെയാണ് ത്രേതായുഗത്തില് ശ്രീലങ്കയിലുള്ള അസുരന്മാരെയും അസുരാണികളെയും ഒക്കെ കൊണ്ട് പടിഞ്ഞാറൻ മണലാരണ്യമായ അറേബ്യയിലൊക്കെ കൊണ്ടുപോയത്. ആ വകയിൽ അങ്ങനെ പിന്നീട് വന്ന ആളുകളാണ് ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നെ ഇസ്ലാം മതത്തിലുള്ള ശൈവരും. അപ്പൊ ഈഴവരിലും രണ്ടു തരം ആളുകളുണ്ട്, ശിവഭക്തരുമുണ്ട്, വിഷ്ണു ഭക്തരുണ്ട്. എന്നാൽ ശിവഭക്തരാണ് അതിൽ കൂടുതൽ. 67% ഈഴവരെന്ന് പറയുന്നത് ശിവഭക്തരാണ്, അല്ലെങ്കിൽ ഭൗതികവാദികളാണ്. ശിവഭക്തർ തന്നെയാണ് ഭൗതികവാദികള്. 33% ആളുകളെ ഉള്ളൂ വിഷ്ണു ഭക്തരെന്ന് പറയുന്നത്. ഈ ഭൗതികവാദികളും ഒക്കെയാണ് CPM-കാരായിട്ട് മാറിയിരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകളായിട്ട് മാറിയിരിക്കുന്നതൊക്കെ ഈ ഈഴവരിലുള്ള ആളുകളാണ്. ഇവര് നിരീശ്വരവാദികളാണ്, ഇവര് സനാതന വിരോധികളാണ്, ഇവരാണ് സനാതന ധർമ്മത്തെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നവര്. കാരണം എനിക്കറിയാം, ഞാൻ ഒരു വിഷ്ണു ഭക്തയാണ്. ഞാൻ ജന്മന എൻ്റെ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ വിഷ്ണു ഭക്തരായിരുന്നു. എന്നെ ചെറുപ്പം തൊട്ട് രാമായണവും ഭാഗവതവും നാരായണ കീർത്തനങ്ങളും ഒക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച് നാരായണ കീർത്തനങ്ങളും ഭാഗവത കീർത്തനങ്ങളും സന്ധ്യാനാമങ്ങളും ഒക്കെയാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ വൈകുന്നേരം സന്ധ്യാദീപത്തിൽ ഇടുന്നത്. ഇതെല്ലാം എനിക്കറിയാവുന്ന കീർത്തനങ്ങൾ മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തിടുന്നത്. ഇനി എത്ര ഇട്ടാലും തീരാത്ത പോലുള്ള കീർത്തനങ്ങൾ എനിക്കറിയാം. അപ്പം ശ്രീനാരായണ ഗുരു അസുരഗുരു ആയിരുന്നെന്നും ശുക്രാചാര്യരുടെ പുനർജന്മമാണെന്നും ഞാൻ പറയാനുള്ളതിന് 3-4 കാരണങ്ങളുണ്ട്. അസുരന്മാർ എത്ര വലിയവരായാലും എത്ര ഗുരുക്കന്മാരായാലും ഇവർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. മറ്റുള്ളവരുടെ, അതായത് ദേവന്മാരുടെ ആരാധനാ സമ്പ്രദായങ്ങളും അവരുടെ രീതികളും ഒക്കെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള വ്യക്തമായ ഒരു ഉദാഹരണമാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നാണു എന്നായിരുന്നു. അദ്ദേഹത്തിന് നാണുവാശാൻ എന്നാണ് വിളിച്ചിരുന്നത്. ആ നാണു എന്ന് പറഞ്ഞാൽ നാരായണന്റെ ഷോർട്ട് ഫോമാണ്. അദ്ദേഹം ആ പേര് നാരായണൻ തന്നെ നിലനിർത്തുന്നില്ല. നാരായണൻ എന്ന് പറഞ്ഞാൽ ആരാ? പ്രപഞ്ചനാഥനായ നാരായണൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ എന്നാണ് അർത്ഥം. വിഷ്ണു ഭഗവാന്റെ പേരാണ് നിലനിർത്തി, അദ്ദേഹം പേര് മാറ്റിയില്ല. രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് വിഷ്ണു ഭഗവാന്റെ, അല്ലെങ്കിൽ ദേവന്മാരുടെ ദൈവമാണല്ലോ ഭഗവാൻ വിഷ്ണു. വിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ ശ്രീരാമന്റെ ശ്രീകൃഷ്ണന്റെ ഒക്കെ നിറം, അവർ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ നിറം മഞ്ഞയാണ്. അവരാണ് മഞ്ഞ് ഉപയോഗിക്കുന്നത്. അസുരന്മാരുടെ വസ്ത്രത്തിന് പൊതുവെ കറുത്ത കളറാണ്, കാരണം അവരെ അജ്ഞാനികളെന്നാണ് പറയുന്നത്. കാരണം അവരാണ് ഈ കറുത്ത വസ്ത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത്. ദുഷ്ടകഥാപാത്രങ്ങളൊക്കെ ആണല്ലോ കറുത്ത വസ്ത്രം കൊണ്ട് കറുത്ത വസ്ത്രം ധരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നവരൊക്കെ പൊതുവെ ദുഷ്ടകഥാപാത്രങ്ങളാണ്. നമ്മൾ കാണത്തില്ല അസുരാണികളൊക്കെ കറുത്ത ചാക്കിനകത്തൊക്കെ കയറി നടക്കുന്നത്. അപ്പം അദ്ദേഹം മഞ്ഞ വസ്ത്രം സ്വീകരിച്ചു, അത് ദേവന്മാരുടെ കളറാണ്. അല്ലാതെ ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ സാധാരണ കാവ്യവസ്ത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ കറുത്ത വസ്ത്രം ഉപയോഗിക്കുന്ന സന്യാസിമാരൊക്കെ കുറവാണ്, എങ്കിൽ പോലും കാവ്യവസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ആ ദേവന്മാരുടെ കളറ് ഇങ്ങോട്ട് കടമെടുത്തു. അതിനെയാണ് നമ്മൾ അടിച്ചു മാറ്റുക എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ നല്ലൊരു സന്ദേശമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദേവന്മാരും അസുരന്മാരും ഒന്നാണെന്ന് സ്ഥാപിക്കാനും അവരെ ഒന്നാക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ അത് ഒരിക്കലും നടക്കത്തില്ല. സൂര്യനെ ചന്ദ്രനെയും കൂടെ നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല. സ്വർണത്തിൽ നമുക്ക് ചെമ്പി ചേർക്കാം, പക്ഷേ അതിനകത്ത് ഇരുമ്പ്